ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സമ്മേളനം ബുധനാഴ്ച ബംഗളൂരുവിൽ ആരംഭിച്ചു. ബംഗളൂരു സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹാളിൽ നടക്കുന്ന ഒരാഴ്ച നീളുന്ന സമ്മേളനത്തിൽ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര റീത്തുകളിലെ 174 രൂപതകളിൽ നിന്നുള്ള 210 മെത്രാൻമാർ പങ്കെടുക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെയായിരുന്നു വിശുദ്ധ കുർബാന. തുടർന്ന് ആരംഭിച്ച സമ്മേളനം ഇന്ത്യയിലെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾ ദോ ജിറേലി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. ലെയോ 14 മാർപ്പാപ്പയുടെ സന്ദേശം CBCI വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി വായിക്കും. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിന്റെയും പൗരസ്ത്യ തിരുസംഘം തലവൻ ക്ലോഡിയോ ഗുജറത്തയുടെയും സന്ദേശങ്ങളും വായിക്കും. കർദിനാൾമാരായ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, മാർ ബെസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ, മാർ ജോർജ് കുവക്കാട്, ഡോക്ടർ ഫിലിപ്പ് നേരി ഫെറോവോ, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, CBCI സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോസഫ് മാർ തോമസ്, സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KM ജോസഫ്, പ്രൊഫസർ D ഡൊമിനിക് തുടങ്ങിയവരും വിവിധ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കും. മെത്രാൻ സംഘത്തിന്റെ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ പ്രമുഖരായ 16 പേരെ ആദരിക്കും. വിശ്വാസവും രാഷ്ട്രവും, ഇന്ത്യയുടെ ഭരണഘടനാ ദർശനത്തിന്റെ സഭയുടെ സാക്ഷി എന്നീ വിഷയത്തിലായിരിക്കും CBCI സമ്മേളനത്തിലെ മുഖ്യ ചർച്ചയെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ മാത്യു കോയിങ്കൽ പറഞ്ഞു. 10 സമാപിക്കുന്ന CBCIയുടെ 37ാമത് ജനറൽ ബോഡി യോഗത്തിൽ ദേശീയവും സഭാപരവുമായി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, ധ്യാനം, ചർച്ച എന്നിവ നടക്കും. സാക്ഷ്യത്തിൽ ഐക്യപ്പെടുന്നു എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിക്കുന്ന ആക്രമണങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ വെല്ലുവിളികളെയും കുറിച്ചുള്ള ആശങ്കകളും ബിഷപ്പുമാർ ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ ഐക്യം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള സഭയുടെ സാക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്ന സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കാൻ CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അഭ്യർത്ഥിച്ചു.